ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും ബേബി മാത്രമേ ഉള്ളൂ. ഇച്ചാനും ഓട്ടം പോയിരിക്കുകയാണ്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. ബേബിക്ക് ജലദോഷമൊക്കെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. രാവിലെ 9:30 തീരുമാനിക്കുന്ന വീട്ടിലേക്ക് പോകാമെന്ന്. 9:45 ബസ്. ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് വൈകുന്നേരമാണ്. അതിൻ്റെ ഇടയിൽ ബസ്സുണ്ട്. ബസ് കയറി കഴിഞ്ഞാൽ 2 ബസ് കയറി ഇറങ്ങണം. അപ്പോൾ ബേബീനെയും കൊണ്ട് അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റാത്ത വേഗം ഈ ബസ്സിൽ തന്നെ കയറി അവിടെ മേപ്പാടി ടൗണിൽ അമ്മയും പപ്പയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളെ. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പപ്പ ഓട്ടോ വിളിക്കാൻ പോയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കലക്കുകയാണ് ഇവിടെ. പിന്നെ വീടിൻ്റെ തൊട്ടടുത്തൊരു കുട്ടീൻ്റെ ആദ്യ കുർബാന ഉണ്ട്. അപ്പോൾ അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടി ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ്. ബേബി ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ. ബേബീനെ പാദസരം കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോൾ എവിടെയോ വീണ് പോയി. വീട്ടിൽ നിന്ന് കുളിപ്പിച്ചിറക്കി വണ്ടി കയറുന്ന വരെ പാദസരം ഉണ്ട്. പള്ളിയിലേക്ക് എത്തിയപ്പോൾ പിന്നെ പാദസരം കാണുന്നില്ല. ഒരു കാലിൽ പാദസരം ഉണ്ട്, ഒരു കാലിൽ പാദസരമില്ല. അങ്ങനെ അവളുടെ പഴയൊരു പാദസരം വീണ്ടും എടുത്തിടിക്കുകയാണ് ഞാൻ. ഞങ്ങളിന്ന് ബസ്സിന് വരുമ്പോൾ അടുത്തൊരു ചേച്ചി വന്നിരുന്നിട്ടുണ്ട്. ആ വന്നിരുന്ന ചേച്ചീനെ അവൾ കരഞ്ഞു പോകി അവിടെ നിന്ന് എണീപ്പിച്ച് വിട്ട്. അത് അമ്മ ചേട്ടനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. 4 ഫ്രണ്ട്സായിരുന്നു ചേട്ടനെ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി ബേബീനെ ഇതൊക്കെ കുളിപ്പിച്ച് ഉറക്കിയിരിക്കുകയാണ്. അമ്മ ഒരു സാരീനെ തൊട്ടിൽ കെട്ടിയിട്ട് അതിൽ കിടത്തി ഉറക്കിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവളെ വിളിച്ച് എണീപ്പിക്കുകയാണ്. മുടി വെട്ടണമായിരുന്നു അവളുടെ. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളെ ഞങ്ങൾ വിളിച്ച് എണീപ്പിക്കുകയായിരുന്നു. അവൾ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എണീറ്റ് വരുന്നേ ഇല്ല. വീണ്ടും വീണ്ടും അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. ഭയങ്കര ക്ഷീണം. അവൾക്ക് എണീക്കാൻ പറ്റണില്ല അത്ര. അമ്മയും ചേട്ടനും കൂടിയാണ് മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നത്. ഫസ്റ്റ് വട്ടം ഞാൻ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയിട്ട് എനിക്ക് മതിയായി. ഇവൾ കരഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് എനിക്ക് മതിയായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേനോട് ചേട്ടനോടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ബേബി എണീറ്റിട്ടുണ്ട്. അവൾക്ക് ഇന്ന് വാങ്ങിയ പുതിയ ഗ്ലാസ്സാണ്. അമ്മയും പപ്പയും കൂടി ഇന്ന് ടൗണിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ എന്താ അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ആളെ ഒന്ന് കൂളാക്കുമായിരുന്നു. മറ്റേത് ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവൾക്ക് ഇടങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാൾ ഓക്കെ ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അവർ ബൈക്കിനാട്ടോ പോകുന്നത്. ഇപ്പോൾ ആൾ നല്ല കൂളായിരിക്കുന്നുണ്ട്. ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പോകുന്ന പോലെ ആയിരിക്കില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ കരച്ചിലായിരിക്കും. അവളുടെ കരച്ചിൽ കാണാൻ പറ്റില്ല. കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് വേറെ വരും. അങ്ങനെ ഇതാ ഒരു മുടി വെട്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മഞ്ചൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട്. പപ്പേൻ്റെ അനിയനുണ്ടായിരുന്നു ടൗണിൽ. അപ്പോൾ കുഞ്ഞപ്പം വാങ്ങി കൊടുത്തതാന്നാണ് പറഞ്ഞത്. ആൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഇരുന്ന് കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഫോണിൽ കാത്തുമൊക്കെ വെച്ച് ഇരുന്നു. പിന്നെ ട്രിമ്മർ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾ കരഞ്ഞു എന്നാണ് പറഞ്ഞത്. നല്ല മൊട്ടച്ചിക്കുട്ടീനെ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ നോക്കണേ, ഇതെവിടെയാ? പിന്നെ അവളെ വേഗം കുളിപ്പിച്ചെടുത്തു. മുടിയൊക്കെ മേത്തായതുകൊണ്ട് അവളെ വേഗം കുളിപ്പിച്ചെടുത്ത്. പിന്നെ ഇതാ രാത്രിയായപ്പോൾ അവളുടെ വാക്കറിൽ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് OTTയിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അത് കാണാനിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി.